ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു പരിപ്പ് വട റെസിപ്പിയാണ് കാണിക്കുന്നത്. 3-4 റെസിപ്പി ട്രൈ ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. 4 കപ്പ് പരിപ്പ് കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലിട്ടതാണ് ഇട്ടത്. അപ്പോൾ ഇത് 4 മണിക്കൂർ വരെ ഞാൻ കുതിർത്ത് വെച്ചതാണ്. 3-4 മണിക്കൂർ എന്തായാലും ഒരു പരിപ്പ് ഇടണം. നമ്മൾ ഇതിൻ്റെ പാകം എങ്ങനെ അറിയുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് ഇങ്ങനെ എളുപ്പത്തിൽ പൊട്ടുന്നതാണെങ്കിൽ അത് കറക്റ്റ് ആ ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ നന്നായി കുതിർന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലിട്ട് അത് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. നന്നായിട്ട് അതിൻ്റെ വെള്ളം ഊറിക്കളയണം. എന്നിട്ട് അത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഞാനിതാ കുറച്ച് പരിപ്പ് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല, നമ്മൾക്കിത് കുറച്ച് മാറ്റി വെച്ചാലും മതിയാവും. അപ്പോൾ ഇത് ഇവിടെ മാറ്റി വെക്കട്ടെ. ഇനി നമ്മൾ ഈ ഒരു പരിപ്പ് അരച്ചെടുക്കുക. അരക്കാനായിട്ട് ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തത്. അതിലോട്ട് ഇതാ കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒന്നിച്ച് അരക്കാൻ നിൽക്കണ്ട, കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഫൈനായിട്ട് അരക്കണ്ട, ചെറിയ തരിതരിയോട് കൂടിയിട്ടാണ് കേട്ടോ അരക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ചെറിയ തരിതരിയോട് കൂടിയിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് അരക്കുന്ന സമയത്ത് കൂടുതൽ അരഞ്ഞെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം അരക്കുമ്പോൾ നമുക്കത് കുറച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് അരച്ചെടുക്കാമെന്ന്. നമ്മളിത് സെയിൽ ചെയ്യുമ്പോൾ സമയത്തുണ്ടല്ലോ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ എടുക്കുന്ന എമൗണ്ടും കാര്യവും പിന്നെ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് വരാനും ഉള്ളിൽ നല്ലോണം സോഫ്റ്റ് ആവാനും എല്ലാത്തിനും ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയെന്നുള്ളതും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ 3 പ്രാവശ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയൊരു വ്യത്യാസമായിട്ട് തോന്നി, വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല. അങ്ങനെ രണ്ടാമത് ഉണ്ടാക്കി, മൂന്നാമത് ഉണ്ടാക്കിയപ്പോഴാണ് നന്നായിട്ട് കിട്ടിയത്. അപ്പോൾ അതിലെന്ത് വ്യത്യാസം എന്നുള്ളതും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് മാറ്റി വെച്ചത് അതിലേക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ അരക്കാൻ എടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് അരക്കുന്ന സമയത്ത് അതിലും കുറച്ച് അരയാത്ത പരിപ്പെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഇത് കടലപ്പരിപ്പാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ പീസ് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ സാമ്പാർ പരിപ്പ് എടുക്കുന്നവരും ഉണ്ട്. ഞാനിവിടെ ഒരേ പരിപ്പ് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനം നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യാം. അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസുള്ള 2 സവാള കുറച്ച് കൂടുതൽ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ 2-3 എടുക്കാം കേട്ടോ, മീഡിയം സൈസുള്ള. പിന്നെ ഇഞ്ചിയും ഒക്കെ ചെറുതാക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10-15 പീസോളം പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് പരിപ്പ് ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ ചെറിയ കപ്പാണ് കേട്ടോ. ഞാനിത് ആ ഒരു കപ്പ് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കിലോ കണക്ക് നോക്കിയാൽ 1/2 കിലോ ഉണ്ട്. ഞാൻ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മനസ്സിലായല്ലോ. അപ്പോൾ അത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്കിത് കറിവേപ്പില ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യണം. ഇനിയിതാ ഞാൻ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി നമുക്കിതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായി ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുന്നു. നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.25 ടേബിൾ സ്പൂണാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, പാകത്തിന് വേണം. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പരിപ്പ് വടേൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. അപ്പോൾ ഉപ്പ് പാകത്തിന് വേണം. അപ്പോൾ കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അങ്ങനെ ആ ഒരു സമയത്ത് ഇട്ടാലും മതിയല്ലോ ലാസ്റ്റ് ആകുമ്പോൾ. പിന്നെ ഞാനിതിലേക്ക് വറ്റൽ മുളക് ഒന്ന് പൊടിച്ചെടുത്തതാണ്, അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടി ഒരു കുറച്ച് 2-3 പിഞ്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് ആയിട്ട് തോന്നി. അപ്പോൾ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാക്കിയാലും എങ്ങനെ മനസ്സിലാക്കാം
എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഫുള്ള് ഞാൻ മിക്സാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാറ്റിയിട്ട് ഒന്ന് കൂടെ മിക്സാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സാക്കിയിട്ട് നമുക്ക് പരത്തിയിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഉപ്പ് കറക്റ്റ് ആവണം കേട്ടോ. നമ്മൾ ഉപ്പ് പാകമുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് ചുട്ടെടുത്തിട്ട് തിന്ന് നോക്കുക. എന്നിട്ടായിട്ട് വേണം ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആകെ ഫ്ലോപ്പായി പോകും. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കിയതാണ്. രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ സെയിം സാധനം എടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ സാധനം ഇട്ടതാണ്. അപ്പോൾ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അതൊരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ടിയിട്ട് അതും നന്നായി ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. ഇത് രണ്ടാമത് ഉണ്ടാക്കിയതാണ്. രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എന്തോ ഒരു മിസ്റ്റേക്കായിട്ട് തോന്നി. അപ്പോൾ വീണ്ടും ഉണ്ടാക്കിയപ്പോൾ ചെറിയ മാറ്റം വരുത്തിയത്, ഇതിലേക്ക് കുറച്ച് മുളക് പൊടി എടുത്ത് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ നമ്മൾ കായപ്പൊടിയും ചേർത്ത്, പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ചേർത്തത് കടലപ്പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സാക്കിയിട്ട് ചുട്ടെടുത്തതാണ് കേട്ടോ. അപ്പോഴാണ് എനിക്കൊന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. നല്ല രീതിയിൽ അത് നമ്മൾക്ക് ആ ഒരു ഷേപ്പാക്കാനും നല്ലൊരു ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ട് നിന്നത്. ഇനി നമ്മൾക്ക് ഇതുപോലെ ബോൾസാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര പീസ് ഉണ്ടെന്ന് അറിയും, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അത് റെഡിയാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒരു കവർ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ കൈകൊണ്ട് ചെയ്യാതെ ഇതിൽ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതാകുമ്പോഴുണ്ടല്ലോ നമുക്ക് കറക്റ്റ് അതിൽ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും. വലിയ സൈസ് വേണമെങ്കിൽ വലിയത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൈയൊന്നും മോശമാവാതെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തത്. പിന്നെ എനിക്ക് ഇവിടെ വലിയ സൈസുള്ള പരിപ്പ് വടയാണ് കൊടുക്കാനുള്ളത്. ചെറിയ പരിപ്പ് വടയൊന്നും ഇവിടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ സൈസും കാണിക്കുന്നുണ്ട്, ചെറിയ സൈസ് ആക്കണമെന്നുകൊണ്ട് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒന്ന് കവറിട്ടതാണ്. അങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് അതുപോലെ ഇങ്ങനെ അത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പാക്കി കിട്ടും. കയ്യിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കൈയും മോശമാവും, പിന്നെ ഇടയ്ക്കിടയ്ക്കേ കഴുകുന്ന ഒരു ഇതാവും. ആ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. കൈ മോശമായി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കേ ഒന്ന് കൈ അടിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത് ഇതുപോലെ പരത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്കല്ല, മീഡിയം സൈസ് ആക്കിയിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഓവർ ചൂടായി കഴിഞ്ഞാൽ ഉൾഭാഗം വേവാദ്യം പുറം ഭാഗം നല്ലോണം കരിഞ്ഞു പോവും. അപ്പോൾ അത് ഫ്ലെയിമും ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിതാ വലിയ സൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് കവർ ഇട്ടിട്ട് അത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതാണ്. ഈ ഒരു സൈസാണ് എനിക്ക് ഇവിടെ കൊടുക്കാനുള്ളത്. ഇത്ര വലിയ സൈസാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് 1/2 കിലോന്ന് എത്ര പീസാണെന്ന് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ആൾക്കാർ ഉണ്ടാക്കുന്ന ആ ഒരു സൈസിനനുസരിച്ചിട്ട് എടുക്കുക നമുക്ക് എത്ര പീസ് കിട്ടും എന്നുള്ളത്. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി. ഞാൻ കഴിയുന്നതും ഷോർട്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലെങ്ത്ത് കൂടിയും തോന്നിയിട്ടുണ്ടെങ്കിൽ സ്കിപ്പാക്കി നോക്കിക്കോ. പക്ഷെ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പറഞ്ഞെങ്കിലേ എനിക്കൊരു സമാധാനമേ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരുടെ കമൻറ്റും വന്നിട്ടുണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതെല്ലാം വായിക്കുമ്പോഴും നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ലാസ്റ്റ് ചെയ്തതിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അത് നമ്മൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം നമ്മൾ പൊരിച്ചെടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോവും. ഈ ഒരു മുളക് പൊടി ഇട്ടത് കൊണ്ട് തന്നെ നല്ലൊരു കളറ് കിട്ടും. നല്ലോണം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ക്രിസ്പി മതി കേട്ടോ നമുക്ക്. ഇതിന് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ടൊരു കളർ മതി. കൂടുതൽ നമ്മൾ പൊരിച്ചെടുത്താൽ അത് കരിഞ്ഞു പോവും. ഇനിയിപ്പോൾ ഇതാ നമ്മൾക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് കുറച്ച് ആൾക്കാർ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ 1-2 പിഞ്ച് ചേർത്താൽ മതി, കൂടുതൽ ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഞാനിവിടെ എന്തായാലും ചേർത്തിട്ടില്ല. പിന്നെ നമുക്കിവിടെ തേങ്ങാമുറിയൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. തേങ്ങാമുറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള പാത്രത്തിൽ പൊരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരിക്കലും നമുക്കത് ആ പുറമേക്ക് പൊട്ടിയിട്ടും ഒലിഞ്ഞിട്ടൊന്നും പോവില്ല, നല്ല രീതിയിൽ കിട്ടും. അങ്ങനെ ആണ് ചെയ്യേണ്ടത്.
വൈകുന്നേരം നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ പരിപ്പ് വട. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.